നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സൊക്കെ ആവട്ടെ, ഒരു ഇൻഫ്ലുവൻസറൊക്കെ ആവട്ടെ, എന്നിട്ട് ബ്രാൻഡ് കൊളാബ്സ് ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ അപ്പോഴേ ബ്രാൻഡ് കൊളാബ്സ് വരുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ യു ആർ അബ്സല്യൂട്ട്ലി റോങ്. നമ്മുടെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് സ്പേസ് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഒരു സ്മോൾ ക്രിയേറ്ററായിട്ട് നിങ്ങൾക്ക് ബ്രാൻഡ് കൊളാബ്സും കിട്ടും, അതുപോലെ ഏൺ ചെയ്യാനും പറ്റും. അതിനെയാണ് UGC ക്രിയേഷൻ അല്ലെങ്കിൽ യൂസർ ജനറേറ്റഡ് കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ UGCനെ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഉണ്ടാവും. കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ആരും ഇതിനെക്കുറിച്ച് അധികം അങ്ങനെ സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി മാർക്കറ്റിംഗ് സ്പേസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ എനിക്കിതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ആൻഡ് ഞാനും ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സോ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ സീരീസിൽ ഞാൻ എന്താണ് UGC, എങ്ങനെയാണ് നിങ്ങൾക്ക് കൊളാബ്സ് കിട്ടുക, എങ്ങനെയാണ് വീഡിയോസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പേയ്മെൻറ്റ് കിട്ടുക, ഈ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. എന്താണ് UGC എന്നുള്ള സിമ്പിളായിട്ട് പറയാം. നമ്മൾ ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു കോണ്ടന്റ് നമ്മൾ കൊടുക്കുന്നു ബ്രാൻഡിന്, ബ്രാൻഡ് അതിന് നമുക്ക് തിരിച്ച് പേയ്മെൻറ്റ് തരുന്നു. പലപ്പോഴും ഈ വീഡിയോസ് അല്ലെങ്കിൽ കോണ്ടന്റ് നമ്മുടെ പേജിൽ ഇടണം എന്നുള്ളത് ഒരു നിർബന്ധമല്ല. അവർക്ക് അവരുടെ പേജിൽ ഇടാനായിട്ടും അവരുടെ ബ്രാൻഡ്സിൻ്റെ സോഷ്യൽ മീഡിയ പേജസിൽ ഇടാനായിട്ടും അതുപോലെ ബ്രാൻഡ്സിന് ആഡ്സ് റൺ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ കോണ്ടന്റ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് തോന്നുന്നുണ്ടാവും, ബ്രാൻഡ്സ് ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യിക്കാണ്ട് എന്തുകൊണ്ട് സ്മോൾ ക്രിയേറ്റേഴ്സിനെ കൊണ്ട് ബ്രാൻഡ് കൊളാബ്സ് ചെയ്യിക്കണമെന്നുള്ളത്. വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ തന്നെ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ആഡ് ആണെന്നുള്ളത്, ഒരു സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണെന്നുള്ളത്, അല്ലേ? അത് തന്നെയാണ് കാരണം. UGC ആവുമ്പോൾ അല്ലെങ്കിൽ സ്മോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എപ്പോഴും ഒരു ബ്രാൻഡ് കൊളാബ്സ് ചെയ്യുമ്പോൾ അത് ഭയങ്കര റിയൽ ആയിട്ടുണ്ടാവും. സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ അല്ലാണ്ട്, അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന ആഡ് പോലെ അല്ലാണ്ട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നിക്കും. പിന്നെ ബ്രാൻഡ്സിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വലിയ വലിയ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യാനും അതുപോലെ ഇൻഫ്ലുവൻസേഴ്സിന് പേയ്മെൻറ്റ് ചെയ്യാനും ഒരു വലിയ എമൗണ്ട് അവർക്ക് വേണ്ടി വരും. അപ്പോൾ സ്മോൾ ക്രിയേറ്റേഴ്സ് ആകുമ്പോൾ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. എന്നാൽ സ്മോൾ ക്രിയേറ്റേഴ്സിന് യൂസ്ഫുള്ളും ആണ്. നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്താനായിട്ട് വെറുതെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കപ്പിൾ ഓഫ് റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കൊരു ആഡ് വരുമല്ലോ. ആ ആഡ്സ് നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാൽ മതി. ഭയങ്കര പോളിഷ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് പോലെ ആയിരിക്കില്ല. കുറച്ചും കൂടെ റിയൽ ആയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടാവും വീഡിയോസിനൊക്കെ, പക്ഷേ കുറച്ചും കൂടെ റിയൽ ആയിട്ട് വീട്ടിലൊക്കെ നിന്ന് ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് പോലത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി സ്കിൻ കെയർ മേക്കപ്പ് ബ്രാൻഡ്സിനൊക്കെ. ഒരു 100 ഫോളോവേഴ്സ് കൊണ്ട് ബ്രാൻഡ് കൊളാബ്സ് കിട്ടുമോ? എൻ്റെ UGC ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് കാണാം അതിൽ ഏകദേശം 100 ഫോളോവേഴ്സ് സംതിങ്ങേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ആ 100 ഫോളോവേഴ്സ് ആവുന്നതിന് മുന്നേ തന്നെയാണ് ഞാൻ 2 കൊളാബ്സ് ചെയ്തത്. ഞാൻ പറഞ്ഞ നേരത്തെ ഒരു പോയിന്റ് തന്നെയാണ്, ബ്രാൻഡ്സ് ഈ UGC വീഡിയോസ് യൂസ് ചെയ്യുന്നത് അവരുടെ സോഷ്യൽ മീഡിയ പേജിലും അവരുടെ ആഡ്സ് റൺ ചെയ്യാനും ഒക്കെയാണ്, നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇടാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഒബ്വിയസ്ലി നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു ഹ്യൂജ് ഫാൻ ഫോളോയിങ്ങോ ഹ്യൂജ് ഫോളോവർ ബേസോ ഉണ്ടാവേണ്ട ഒരു ആവശ്യവും ഇല്ല. ആകെ ബ്രാൻഡ്സ് നോക്കുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്തൊക്കെ ടൈപ്പ് UGC കോണ്ടന്റ് ഫോർമാറ്റ്സ് ആണുള്ളത്? പ്രൊഡക്റ്റ് ഡെമോസ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് ഡെമോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്ട്സ് അൺബോക്സ് ചെയ്യുന്നത് കാണിക്കാം, റിവ്യൂസ് പോലെ കാണിക്കാം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഹൗ ടു യൂസ് എന്നുള്ള ആ ഒരു രീതിയിൽ വോയിസ് ഓവേഴ്സ് കൊടുത്തിട്ട് കാണിക്കാം. പിന്നെ ഞാൻ ഈ സ്കിൻ കെയർ അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ എക്സാമ്പിൾ വെച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ആ ഒരു ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ നല്ലോണം ഡിമാൻഡ് കൂടുതലാണ് UGC വീഡിയോസിന് എന്ന് കരുതി ബാക്കി നീഷസ് ചെയ്യാൻ പാടില്ല എന്നല്ല. ആർക്ക് വേണമെങ്കിലും ഏത് നീഷ് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഇപ്പോൾ ഹോം ഡെക്കോറിൻ്റെ UGC വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് അതിൻ്റെയൊക്കെ വീഡിയോസ്, അൺബോക്സിങ് വീഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡ്രസ്സിൻ്റെത് കണ്ടിട്ടുണ്ട്. ഹെൽത്ത് ആൻഡ് വെൽനസ് നീഷിൽ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് പ്രൊഡക്ട്സിൻ്റെ, സപ്ലിമെൻറ്റ്സിൻ്റെ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെയാണ്. എനിക്ക് ഫേസ് കാണിക്കാണ്ട് UGC വീഡിയോസ് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കുറച്ച് UGC കോണ്ടന്റ് ഫോർമാറ്റ്സ് പറഞ്ഞാലോ, പ്രോഡക്റ്റ് ഡെമോ അതുപോലെ അൺബോക്സിങ് വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഈ അൺബോക്സിങ്ങിനൊന്നും ശരിക്കും നമ്മുടെ ഫേസ് നെസസറി അല്ല, അല്ലേ? സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫേസ് ഇല്ലാണ്ടും നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാം. പക്ഷേ ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോണ്ടന്റിൻ്റെ ക്വാളിറ്റിയിൽ അത്രയും വർക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മാക്സിമം ചെയ്യാം. ഒന്നുകിൽ വോയിസ് ഓവേഴ്സ് കൊടുക്കാം, അല്ലെങ്കിൽ നല്ല എഡിറ്റിംഗ് കൊടുക്കാം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോയിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുകയാണെങ്കിലൊക്കെ നല്ലതായിരിക്കും.
ഇനി ഒരു ബിഗിനറിന് എങ്ങനെ UGC കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് പറയാം. സോ ആദ്യം തന്നെ നിങ്ങളൊരു നീഷ് ചൂസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്യൂട്ടി ഇൻഡസ്ട്രി മാത്രമല്ല, സ്കിൻ കെയർ മേക്കപ്പ് മാത്രമല്ല, ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള, നിങ്ങളുടെ കയ്യിൽ തന്നെയുള്ള കുറച്ച് പ്രൊഡക്ട്സ് എടുക്കുക. അതിൻ്റെ ഡിഫറെൻറ്റ് ഷോർട്സ് ആയിട്ട് ഡിഫറെൻറ്റ് ആംഗിൾസിൽ നല്ല വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഒരു 10 സെക്കൻഡ് വീഡിയോസ് വീതം ക്രിയേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ UGC ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് കാണാൻ പറ്റും, വീഡിയോസ് എടുത്തേക്കുന്ന. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഇൻസ്പിറേഷൻ എടുക്കുക. പിൻട്രസ്റ്റിൽ വേണമെങ്കിൽ നോക്കാം. അതിൽ നിന്നൊക്കെ ആംഗിൾസും ലൈറ്റിങ്ങും ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് അതുപോലെയുള്ള വീഡിയോസ് നിങ്ങളുടെ തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള രീതിയിൽ വീഡിയോസ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ വീഡിയോസ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് നമുക്കൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം. UGC പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒന്നുകിൽ ക്യാൻവയിൽ ഏതെങ്കിലും ഒരു UGC പോർട്ട്ഫോളിയോ എന്നുള്ള ടെംപ്ലേറ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ ഗൂഗിൾ ഡോക്യുമെൻറ്റിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങളുടെ വീഡിയോസ് എല്ലാം ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്കായിട്ട് ആണെങ്കിലും മതി. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ക്യാൻവയാണ് കേട്ടോ. കാരണം നല്ല പോളിഷ്ഡ് ആയിട്ട് നമുക്ക് ഒരു കാണാനൊക്കെ ഒരു ഭംഗിയുണ്ടാവും, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടച്ച്. ഞാനിവിടെ എൻ്റെ പോർട്ട്ഫോളിയോ കാണിക്കാം. ഞാൻ ക്യാൻവയിൽ നിന്ന് ഒരു സാധാരണ ടെംപ്ലേറ്റ് എടുത്തത് തന്നെയാണ്. ഇനി പോർട്ട്ഫോളിയോയ്ക്ക് പകരം നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുക. ഒരു പുതിയതായിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജ്, നിങ്ങളുടെ പേഴ്സണൽ പേജ് വേണ്ട, സെപ്പറേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താലും മതി. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോസ് അതിലേക്ക് വെറുതെ അപ്ലോഡ് ചെയ്തിട്ടിരുന്നാലും മതി. നമുക്ക് ഫോളോവേഴ്സും എൻഗേജ്മെൻറ്റും ഒന്നും അല്ല വേണ്ടത്, നമുക്ക് നമ്മുടെ വർക്ക് കാണിക്കാനായിട്ടൊരു സ്പേസ്, അങ്ങനെയും നമുക്ക് ചെയ്യാം. ആ ഇൻസ്റ്റഗ്രാം പേജ് നമുക്ക് ഇനിയും ആവശ്യമുണ്ട്, നമുക്ക് ബ്രാൻഡ്സിനോട് മെസ്സേജ് അയക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. എങ്ങനെ നല്ല UGC വീഡിയോസ് ഷൂട്ട് ചെയ്യാം എന്നുള്ളത് പറയാം. നിങ്ങൾ മേക്കപ്പ് വീഡിയോസ് ആണ് സ്പെസിഫിക്കലി നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഈ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ നല്ല മേക്കപ്പ് വീഡിയോസ് ഷൂട്ട് ചെയ്യാം എന്നുള്ളത്. സോ അത് കണ്ടാൽ മതി. പിന്നെ ജനറലായിട്ട് എല്ലാ പ്രോഡക്ട്സിനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ ഫോണും ഒരു നല്ല ട്രൈപോഡും മാത്രം മതി. നിങ്ങൾ നല്ല ലൈറ്റിങ്ങിൽ ഷൂട്ട് ചെയ്യുക. ഒന്നുകിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് എന്തെങ്കിലും യൂസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നാച്ചുറൽ സൺലൈറ്റ് ആണെങ്കിലും മതി. പക്ഷേ സ്റ്റഡി ആയിട്ടുള്ള ഷോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈപോഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ വോയിസ് ഓവേഴ്സ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈക്കും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ UGC വീഡിയോസ് ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിൽ ശ്രദ്ധിക്കേണ്ടത് പ്രൊഡക്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. നിങ്ങൾ ആ വീഡിയോയിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കല്ല, പ്രൊഡക്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇപ്പോൾ ഒരു സംസാരിക്കുകയാണെങ്കിൽ പോലും മാക്സിമം ആ പ്രൊഡക്റ്റിനെ ഷോക്കേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ദിസ് ഈസ് എ മാക്രോ ലെൻസ്. ഈ മാക്രോ ലെൻസ് വാങ്ങാം. ഇത് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. നമുക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഭയങ്കര ക്ലോസപ്പ് ഷോട്ട്സ് ഒക്കെ നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മാക്രോ ലെൻസ്. വീഡിയോൻ്റെ ക്വാളിറ്റി മസ്റ്റ് ആണ്, റിയലിസ്റ്റിക് ആയിരിക്കണം, പക്ഷേ അറ്റ് ദ സെയിം ടൈം നല്ല ക്വാളിറ്റി ആയിരിക്കണം. ഇപ്പോൾ ഒരു ബ്ലറി ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ ബ്രാൻഡ്സ് ഡെഫിനറ്റ്ലി എടുക്കില്ല. ഇനി നമ്മുടെ മെയിൻ പാർട്ട്, എങ്ങനെയാണ് നമുക്ക് ബ്രാൻഡ് കൊളാബ്സ് കിട്ടുക എന്നുള്ളത്. ആദ്യം നമ്മൾ അങ്ങോട്ട് തന്നെ അപ്രോച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഒരുപാട് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കമ്പനീസ് ഉണ്ട്, ഏജൻസീസ് ഉണ്ട്. അതുപോലെ ഒരുപാട് ബ്രാൻഡ്സിനോടാണെങ്കിലും നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ പിച്ച് ചെയ്യുമ്പോൾ, നമ്മൾ DM ചെയ്യുമ്പോൾ അവർ പലപ്പോഴും നമുക്ക് റെസ്പോൺസ് ആയിട്ട് ഗൂഗിൾ ഫോംസ് അയക്കാറുണ്ട്. അപ്പോൾ ആ ഗൂഗിൾ ഫോംസിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് അവരുടെ ഡാറ്റാബേസിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻ അവർ ആഡ് ചെയ്യും. പിന്നീട് ഓരോ കൊളാബറേഷൻസ് വരുമ്പോൾ അവർ നമ്മളിങ്ങോട്ട് ഇമെയിൽ ചെയ്യുകയും ചെയ്യും. കുറച്ച് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കമ്പനീസ് അല്ലെങ്കിൽ ഏജൻസീസിൻ്റെ പേരും കുറച്ച് ബ്രാൻഡ്സിൻ്റെ പേരും ഒക്കെ ഞാൻ കൊടുത്തേക്കാം. ഞാൻ ചെയ്യുന്ന സമയത്ത് കളക്ട് ചെയ്ത് വെച്ചിരുന്നതാണ്, അത് ഞാൻ എന്തായാലും കൊടുത്തേക്കാം. നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് മെസ്സേജ് അയക്കേണ്ടത്? നമ്മളൊരു UGC ക്രിയേറ്ററാണ്, നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ ലിങ്കും കൂടെ വെക്കുക. യു ക്യാൻ ചെക്ക് ഔട്ട് ദിസ് പോർട്ട്ഫോളിയോ. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസാണ്. ഐ വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത് യു. അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു DM ചെയ്യാവുന്നതാണ്. ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ ബ്രാൻഡ്സ്, റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ബ്രാൻഡ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബ്രാൻഡ്സിനോടൊക്കെ നിങ്ങൾക്ക് DM ചെയ്യാം. കാരണം അവർക്ക് എന്തായാലും കോണ്ടന്റ് വേണം, അവർക്ക് അധികം ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിലോ സ്പെൻഡ് ചെയ്യാനായിട്ട് ബഡ്ജറ്റും ഉണ്ടാവില്ല. അപ്പോൾ അവരെപ്പോഴും UGC പ്രിഫർ ചെയ്യും. നമുക്കും നല്ലതാണ്, നമുക്കും ഒരു സ്റ്റാർട്ടിങ് കിട്ടുമല്ലോ. ഡോട്ട് ആൻഡ് കീ ഉണ്ട്, ഡെർമാക്കോ ഉണ്ട്. അപ്പോൾ അവരൊക്കെ സ്മോൾ ക്രിയേറ്റേഴ്സിന് ഒരുപാട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് UGC കോണ്ടന്റ് ക്രിയേഷൻ എന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്? 2 രീതിയിലാണ് കൊളാബ് ചെയ്യാൻ പറ്റുന്നത്. ബാർട്ടർ കൊളാബ് ഉണ്ട്, പെയ്ഡ് കൊളാബും ഉണ്ട്. അപ്പോൾ ബാർട്ടർ കൊളാബ് ആകുമ്പോൾ പ്രൊഡക്റ്റ് അവർ നമുക്ക് അയച്ചു തരും, നമ്മൾ വീഡിയോ ചെയ്യുക, പക്ഷെ നമുക്ക് അതിനകത്ത് പേയ്മെൻ്റ് ഒന്നും കിട്ടില്ല. ഇനി പെയ്ഡ് കൊളാബ് ആണെങ്കിൽ അവർ പ്രൊഡക്റ്റ് അയച്ചു തരും, പക്ഷേ വീഡിയോ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനും ഒരു പേയ്മെൻറ്റ് ഉണ്ടാവും. നമ്മൾ ബിഗിനിങ് സ്റ്റേജിലാണെങ്കിൽ ആദ്യത്തെ 1-2 വർക്ക് ബാർട്ടറായിട്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാമല്ലോ. പക്ഷേ എല്ലാ കാലത്തും നമ്മൾ ബാർട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വർക്കിൽ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി
വേണമെങ്കിൽ നമുക്ക് പെയ്ഡ് കൊളാബ്സ് തന്നെ ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഗൂഗിൾ ഫോംസ് ഉണ്ടല്ലോ, ആ ഗൂഗിൾ ഫോംസിൽ ചിലതിലൊക്കെ മേളിൽ എഴുതിയിട്ടുണ്ടാവും ഇത് കൊളാബിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഇതാണ്, സേ 1000 അല്ലെങ്കിൽ 2000 3000 ഇതാണ്, ഇത് ഫിക്സ്ഡ് ആണ്, നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുണ്ടാവും. നമുക്ക് ബ്രാൻഡ്സുമായിട്ട് ഡിസ്കഷന് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ അനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ ഡിസേർവ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് പറയാം. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾക്ക് 1000 2000 3000 ഒക്കെ നിങ്ങൾക്ക് പറയാം. എൻ്റെ കാര്യം പറയാം, ഞാൻ 2 കൊളാബ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാനൊരു 5 months മുന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 2 months ഞാൻ കറക്റ്റായിട്ട് ചെയ്തുള്ളൂ. ബാക്കി ഇപ്പോൾ ലാസ്റ്റ് 3 months ഞാനൊരു ബ്രേക്കിലാണ്. ഇതും കൂടെ എടുക്കാനായിട്ടുള്ളൊരു ടൈമില്ല, അതുകൊണ്ട് ബ്രേക്കിൽ ആണ്. ചിലപ്പോൾ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും എനിക്ക് ഇച്ചിരിയും കൂടെ ബാൻഡ് വിഡ്ത്ത് വരുന്ന സമയത്ത് ഞാൻ കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. പക്ഷേ ഇപ്പോൾ എന്തായാലും ഒരു ബ്രേക്കിലാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ചെയ്ത സമയത്ത് ഞാൻ 2 വർക്ക്സാണ് ചെയ്തത്. 2ഉം നല്ല ബ്രാൻഡ്സിൻ്റെ വർക്കാണ് ചെയ്തത്. 2നും എനിക്ക് 2000 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അത് ആ ഗൂഗിൾ ഫോമിൽ ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള പേയ്മെൻ്റ് ആയിരുന്നു. പ്രൊഡക്റ്റ് അയച്ചു, വീഡിയോ ചെയ്ത് കൊടുത്തു, പേയ്മെൻറ്റ് കിട്ടി, അത്രയേ ഉള്ളൂ. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയ്ക്കാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് അവർ നമുക്ക് തരുന്നത്. പക്ഷേ ബ്രാൻഡ്സ് ഇത് അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ അല്ലാണ്ട് അവർ ആഡ്സ് റൺ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് വാങ്ങിക്കാവുന്നതാണ്. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, ഞാൻ എന്തായാലും റിപ്ലൈ തരും. അല്ല വേറെ വീഡിയോസ് കുറച്ചുകൂടി ചെയ്യണം എന്നാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. ബൈ ബൈ.